2024 വർഷം ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് ജയങ്ങളുടെയും പരാജയങ്ങളുടെയും വർഷമായിരുന്നു. വിജയങ്ങളുടെ ഉത്സവവും തകർച്ചകളുടെ പഠനവുമൊക്കെ ഒരുപോലെ അനുഭവിച്ച വർഷം. ഇന്ത്യൻ താരങ്ങൾക്ക് മാത്രമല്ല, മലയാളിയായ സഞ്ജു സാംസന്റെ ഭാഗ്യവർഷം കൂടിയായിരുന്നു 2024. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ത്യൻ ടീമിലേക്ക് തിരികെ എത്താൻ സഞ്ജുവിന് ഈ വർഷം സഹായകമായി. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഏകദിന മത്സരത്തിൽ ഒരു തകർപ്പൻ സെഞ്ചുറിയോടെയായിരുന്നു സഞ്ജു 2024 വരവറിയിച്ചത്. പിന്നീട് ഇന്ത്യയുടെ 2020 ടീമിൽ അദ്ദേഹത്തിന് ഇടം ലഭിച്ചു. ആദ്യ മത്സരത്തിൽ കളിക്കുകയും ചെയ്തു. ധോണിയുടെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ 2020 കപ്പ് നേടുമ്പോൾ ശ്രീശാന്ത് എന്ന മലയാളി താരം ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്നു. ശേഷം രോഹിത്തിന്റെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ കപ്പ് ഉയർത്തുമ്പോൾ ഭാഗ്യമെന്നോണം സഞ്ജു എന്ന മലയാളി താരത്തിന്റെ കയ്യൊപ്പ് കൂടിയുണ്ടായിരുന്നു. 2024 ഒരു വർഷത്തിനിടെ 3 T20 സെഞ്ചുറികൾ നേടുന്ന ആദ്യ ഇന്ത്യൻ ബാറ്ററായും അദ്ദേഹം മാറി. 2024 സഞ്ജു സാംസണിന് ജീവിതത്തിലെ ഭാഗ്യവും മികവിന്റെ കാലവുമായിരുന്നു. IPL 2024 രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായി അദ്ദേഹം കരിയറിലെ ഏറ്റവും മികച്ച സീസൺ നടത്തി. 16 മത്സരങ്ങളിൽ നിന്ന് 531 റൺസ് നേടിയതോടെ 48.27 എന്ന ശരാശരി നിലനിർത്തി ആകെ 5 അർദ്ധ സെഞ്ചുറികൾ അടക്കം ഡൽഹി ക്യാപ്റ്റൻസിനെതിരെ 86 റൺസിന്റെ മികച്ച പ്രകടനവും ഉണ്ടായത് ഈ വർഷമാണ്. ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് മാറ്റങ്ങളുടെ കാലമായിരുന്നു. പുതിയ കോച്ച്, പുതിയ കളിക്കാർ, സീനിയർ താരങ്ങളുടെ വിരമിക്കൽ, IPL മെഗാലേലം എന്നിങ്ങനെ കിടക്കുന്നു. താഴ്ചകളും ഉയർച്ചകളും നിറഞ്ഞ 2024. 2024 ഇന്ത്യ T20 ലോകകപ്പ് കിരീടം നേടി ചരിത്രം സൃഷ്ടിച്ചു. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും കീ പ്ലെയർമാരായ വിരാട് കോഹ്ലിയും രവീന്ദ്ര ജഡേജയും ടീമിന്റെ വിജയത്തിന് നേതൃത്വം നൽകി. ഇത് ഇന്ത്യയുടെ T20 ചരിത്രത്തിലെ രണ്ടാമത്തെ ലോകകപ്പ് വിജയമാണ്. 2007 മഹേന്ദ്ര സിംഗ് ധോണിയുടെ നേതൃത്വത്തിൽ നേടിയതിനു ശേഷം വിജയത്തിന്റെ ആഘോഷത്തിൽ BCCI 125 കോടി രൂപയാണ് ഓരോ കളിക്കാർക്കും സമ്മാനിച്ചത്. കോച്ചായ രാഹുൽ ദ്രാവിഡിന്റെ അവസാനത്തെ മത്സരം കൂടിയായിരുന്നു ഇത്. കോച്ച് ദ്രാവിഡിന്റെ മാത്രമല്ല, ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത്തിന്റെയും ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച താരമായ കിങ് കോഹ്ലിയുടെയും വിരമിക്കൽ മത്സരം കൂടിയായിരുന്നു 2020. ഫൈനൽ മത്സരത്തിന് ശേഷം ഇരുവരും ഔദ്യോഗികമായി വിരമിക്കൽ പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. 2020 ക്യാപ്റ്റനായി ഹർദിക് പാണ്ഡ്യ എത്തുമെന്ന് കരുതിയെങ്കിലും സൂര്യകുമാർ യാദവ് ഇന്ത്യയുടെ 2020 ക്യാപ്റ്റനായി മാറി. ദ്രാവിഡിന് ശേഷം ഇന്ത്യയുടെ കോച്ചായി സ്ഥാനമേറ്റത് ഗൗതം ഗംഭീർ ആയിരുന്നു. 2020 മികച്ച തുടക്കം ഇന്ത്യൻ ടീമിന് ലഭിച്ചെങ്കിലും ഏകദിനത്തിലും ടെസ്റ്റിലും മോശം പ്രകടനമാണ് ഇന്ത്യൻ ടീം ഗംഭീറിന്റെ അണ്ടറിൽ കാഴ്ചവെച്ചത്. വർഷങ്ങൾക്ക് ശേഷം ശ്രീലങ്കയിൽ പരമ്പര നഷ്ടമായതിന്റെ നാണക്കേട് മാറുന്നതിന് മുൻപാണ് സ്വന്തം മണ്ണിൽ കിവീസിനോട് ടെസ്റ്റിൽ അടിയറവ് വെച്ചത്. എന്നാൽ 2020 ഇന്ത്യൻ വിജയം തുടർന്നുകൊണ്ടേയിരുന്നു. ഏറ്റവും കൂടുതൽ ആരാധകരുടെ മത്സരമാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ്. IPLന്റെ മെഗാ താരലേലം നടന്നത് ഈ വർഷമാണ്. ജിദ്ദയിൽ വെച്ച് നടന്ന ചടങ്ങിൽ കോടി തുകയ്ക്ക് വാങ്ങിയ താരങ്ങൾ നിരവധി. ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ലേലം ചെയ്ത താരമായി ഋഷഭ് പന്ത് മാറി. വൈഭവ് സൂര്യവംശി IPLൽ ഏറ്റവും പ്രായം കുറഞ്ഞ താരവുമായി ലേലത്തിൽ. രണ്ടാമനായി ശ്രേയസ് അയ്യരാണ് ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിറ്റുപോയത്. RCBയിൽ കോഹ്ലി വീണ്ടും ക്യാപ്റ്റനായി തിരിച്ചെത്തുന്നു എന്ന പ്രത്യേകതയും ഈ വർഷമാണ് നടന്നത്. വനിതാ ക്രിക്കറ്റിൽ വളർച്ചയുടെ കാലമായിരുന്നു 2024. ഏഷ്യ കപ്പിൽ ഇന്ത്യ മുത്തമിട്ടു. നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ലോകകപ്പ് ഈ വർഷവും ഇന്ത്യൻ വനിതകൾക്ക് നഷ്ടമായി. വനിതാ പ്രീമിയർ ലീഗ് ആരംഭിച്ചു. സ്മൃതി മന്ദാനയുടെ ടീമായ RCB ആദ്യ കപ്പ് സ്വന്തമാക്കുകയും ചെയ്തു. വനിതാ ടീമിൽ മലയാളി താരങ്ങൾ ഇടം പിടിച്ച വർഷമാണ് 2024. മിന്നു റാണി, ആശാ ശോഭന, സഞ്ജന സജീവൻ എന്നിവർ ലോകകപ്പിൽ അരങ്ങേറിയ വർഷം. 2024 നടന്ന ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യക്ക് സമാനതകളില്ലാത്ത ആവേശം പകർന്നിരുന്നു. ആദ്യ മത്സരം മുതൽ ഒരു തോൽവി പോലും അറിയാതെ ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യ പക്ഷേ ഫൈനലിൽ ഓസീസിനോട് അടിയറവ് പറയുകയായിരുന്നു. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, ബുംറ, ഗിൽ തുടങ്ങി വെറ്ററൻ യുവതാരങ്ങളുടെ മികവിൽ അടിയുറച്ച ടീം മെച്ചപ്പെട്ട പ്രകടനങ്ങൾ കാഴ്ചവെച്ചെങ്കിലും ആശയക്കുഴപ്പമായ ചില തന്ത്രങ്ങൾ ഇന്ത്യയെ അവസാന നിമിഷങ്ങളിൽ ദുർബലമാക്കുകയായിരുന്നു. ജയ്ഷ ICC ചെയർമാനായി ചുമതലയേറ്റു. ഇത് ഇന്ത്യയുടെ ക്രിക്കറ്റ് നയത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ സ്വാധീനം നൽകുന്നു. 2028 ഒളിമ്പിക്സിൽ ക്രിക്കറ്റ് ഉൾപ്പെടുത്തുന്നതിന്റെ ചർച്ചകൾ ഗുണകരമായി തുടരുന്നു. വമ്പൻ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഉയർത്തി. ടെസ്റ്റിൽ ഇന്ത്യ സ്വന്തം മണ്ണിൽ പരാജയമടഞ്ഞു. ന്യൂസിലൻഡിനോടാണ് തോറ്റത്. ഇന്ത്യയെ തോൽപ്പിച്ച് കിവീസ് പരമ്പര സ്വന്തമാക്കുകയും ചെയ്തു. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്കുള്ള പാത കഠിനമായിരിക്കുകയാണ്. ഈ തോൽവിക്ക് പിന്നാലെ വലിയ വിമർശനമാണ് ഇന്ത്യൻ ടീമിനും കോച്ചിനും നേരിടേണ്ടി വന്നത്.
2025 കടക്കുമ്പോൾ മികച്ച പരിശീലനവും തന്ത്രപരമായ പുനഃസംഘടനകളും ഇന്ത്യൻ ക്രിക്കറ്റ് വീണ്ടും ചാമ്പ്യന്മാരാകുന്നതിന് പാത തെളിയിക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്.